ആവേശകരമായ പ്രചാരണങ്ങൾക്കിടയിലും അപ്രതീക്ഷിതമായ വിവാദങ്ങളാണ് ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണം പുറത്തുവരുന്ന തെളിവുകളുടെ ബലത്തിൽ അവരെ മുറുക്കുകയാണ്. വോട്ടിന് പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീയെ തനിക്ക് അറിയില്ലെന്നും അവർ തന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യം ആവർത്തിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ ഈ വാദങ്ങളെല്ലാം പച്ചക്കള്ളങ്ങളാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള സിമി സജീവ് എന്ന യുവതിയാണ് വയോധികയ്ക്ക് പണം നൽകിയത്. ഇതിന് കൃത്യമായും വ്യക്തമായുമുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന സിമിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇത് സ്ഥാനാർത്ഥിക്ക് അറിയാത്ത ഒരു സംഭവമാണെന്ന് പറഞ്ഞ് തള്ളാൻ BJPക്ക് ഇനി കഴിയില്ല. കേവലം ഒരു പ്രാദേശിക പ്രവർത്തകയല്ല, മറിച്ച് പാർട്ടിയിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം സിമി സജീവ് നിൽക്കുന്ന ദൃശ്യങ്ങൾ ഈ ബന്ധം ശരിവെക്കുന്നതാണ്. ഇതുകൂടാതെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചപ്പോഴും സിമി രാജീവ് അവിടെ സജീവമായി ഉണ്ടായിരുന്നു. ഇത്രയും ഉന്നത നേതാക്കളുമായി വേദി പങ്കിടുകയും പാർട്ടി ഓഫീസിലെ പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ താൻ കണ്ടിട്ടില്ലെന്ന് സ്ഥാനാർത്ഥി പറയുന്നത് വിശ്വസനീയമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ന് രാവിലെ പാലക്കാട് കണ്ണാടിയിൽ വെച്ച് കോൺഗ്രസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ ഈ വിവാദത്തിന് മറ്റൊരു മാനം നൽകിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ സഞ്ചരിച്ച വാഹനത്തിൽ സിമി സജീവ് ഉണ്ടായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു മരണവീട് സന്ദർശിക്കാൻ എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നാലെ സിമി സജീവ് ഇറങ്ങി വയോധികയുടെ വീട്ടിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മരണവീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ തിരികെ കാറിൽ കയറിയതിന് തൊട്ട് പിന്നാലെയാണ് സിമി സജീവ് സമീപത്തെ വീട്ടിലെ വയോധികയുടെ കയ്യിൽ 5000 രൂപ വെച്ച് നൽകിയത്. പണം നൽകിയ ഉടൻ തന്നെ സിമി കാറിലേക്ക് ഓടിക്കയറുന്നതും നാട്ടുകാർ ചോദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തന്റെ കാറും താനും പ്രമീള ശ്രീധരനുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന ശോഭാ സുരേന്ദ്രന്റെ വാദമാണ് ഈ തെളിവുകളിലൂടെ തകർന്നടിയുന്നത്. ബോധപൂർവം വോട്ടർമാരെ സ്വാധീനിക്കാൻ പാർട്ടി സംവിധാനം ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ BJP നേതൃത്വം ഇപ്പോൾ വിയർക്കുകയാണ്. സംഭവ ദിവസം പാലക്കാട് കണ്ണാടിയിലെ തിരുവാക്കുറിശ്ശിയിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമ്പോഴാണ് വിവാദങ്ങളുടെ ആഴം നമുക്ക് വ്യക്തമാകുന്നത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒരു മരണവീട് സന്ദർശിക്കാനാണ് ആ പ്രദേശത്തേക്ക് എത്തിയത്. ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരോടൊപ്പം വീടിനുള്ളിലേക്ക് പോയ സ്ഥാനാർത്ഥി സന്ദർശനം കഴിഞ്ഞ് തിരികെ വന്ന് തന്റെ കാറിൽ കയറി. ഈ സമയം അത്രയും സ്ഥാനാർത്ഥിക്കൊപ്പം നിഴല് പോലെ സിമി സജീവ് ഉണ്ടായിരുന്നു എന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ കാറിൽ കയറിയ ആ നിമിഷമാണ് ഈ വിവാദ സംഭവത്തിന്റെ തുടക്കം. കാറിന് സമീപം നിന്ന സിമി സജീവ് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത വീട്ടിലെ വയോധികയുടെ അടുത്തേക്ക് നീങ്ങി. യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ രഹസ്യമായി വയോധികയുടെ കയ്യിൽ പണം വെച്ച് നൽകുകയായിരുന്നു. ഈ നീക്കം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ രംഗത്തെത്തുകയും സിമിയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സിമി വേഗത്തിൽ സ്ഥാനാർത്ഥിയുടെ കാറിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ വയോധികയുടെ വീട്ടിലെത്തി കാര്യം അന്വേഷിച്ചത്. വയോധികയുടെ കയ്യിൽ നിന്ന് 5000 രൂപയുടെ നോട്ടുകൾ നാട്ടുകാർ കണ്ടെത്തുകയും ചെയ്തു. തന്റെ കയ്യിൽ ഈ പണം ആ സ്ത്രീ നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചതാണ് എന്ന വയോധികയുടെ മൊഴിയാണ് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സമയത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ആൾ ഇത്തരത്തിൽ പണം വിതരണം ചെയ്യുന്നത് ഗൗരവകരമായ ഒരു കുറ്റമാണ്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വയോധികയുടെ മൊഴി രേഖപ്പെടുത്തുകയും പണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കേവലം ഒരു വ്യക്തിപരമായ സഹായമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും കോൺഗ്രസും LDFും ഒരേപോലെ ആരോപിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ആ സ്ത്രീയെ അറിയില്ലെന്ന് ആവർത്തിക്കുമ്പോഴും സിമി സജീവ് പണം നൽകിയ ശേഷം അതേ വാഹനത്തിൽ തന്നെയാണ് കയറിപ്പോയതെന്ന ദൃശ്യങ്ങൾ ഈ വാദത്തെ പൂർണ്ണമായും പൊളിച്ചെടുക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നേർക്കുനേർ പോരാട്ടത്തിലാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP പണമൊഴുക്കുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് അത്യന്തം ഗൗരവകരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ പരാതി നൽകി കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ അടിയന്തരമായി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാണ് UDFന്റെ ആവശ്യം. പാലക്കാട്ട് ജനവിധിയെ പണം കൊണ്ട് വിലക്കെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ വരും ദിവസങ്ങളിൽ അവർ ഉയർത്തുമെന്ന് വ്യക്തമാണ്. അതേസമയം പ്രതിരോധത്തിലായ BJP ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. തങ്ങളെ കുടുക്കാൻ മനഃപൂർവ്വം ചമച്ച തിരക്കഥയാണെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. എന്നാൽ സിമി സജീവിനെ സംബന്ധിച്ച തെളിവുകൾ പുറത്തു വന്നതോടെ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ LDFും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്.
പാലക്കാട്ടെ BJP നീക്കങ്ങൾ മാത്രമല്ല, കാസർഗോഡ് ഭാഗത്ത് UDF സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയെന്ന ആരോപണവും LDF ഉന്നയിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പണമൊഴുക്കി ജനവിധിയെ അട്ടിമറിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ആരോപണങ്ങളുടെ ഈ വേലിയേറ്റം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വികസനവും രാഷ്ട്രീയവും ചർച്ചയാകേണ്ട തിരഞ്ഞെടുപ്പ് ഗോതയിൽ പണമിടപാടുകളും CCTV ദൃശ്യങ്ങളും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഈ സംഭവത്തിൽ കർശനമായ അന്വേഷണം തുടരുകയാണ്. സിമി സജീവിന് BJPയിലെ ഉന്നത നേതാക്കളുമായി ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഓരോ നിമിഷവും പുതിയ തെളിവുകൾ പുറത്തു വരുന്നത് സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്.